ഈ ആഴ്ചയിൽ നമ്മുടെ ഭൂമിയുടെ സമീപത്ത് രണ്ട് ഭീമാകാരമായ ചിഹ്നഗ്രഹങ്ങൾ കടന്നുപോകും. പ്ലാനറ്റ് കില്ലർ എന്ന് വിളിക്കപ്പെടുന്ന 2011 UL-21 എന്ന ഭീമാകാരമായ ചിഹ്നഗ്രഹമാണ് അതിലൊന്ന്. മറ്റേത് അടുത്തിടെ കണ്ടെത്തിയ 2024 MK എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം. പക്ഷേ പേടിക്കേണ്ടതില്ല, ഇവ ഭൂമിയിലേക്ക് എത്താനുള്ള സാധ്യത 0% ഗവേഷകർ പറയുന്നു. നിങ്ങൾ ലോകത്ത് എവിടെയാണെന്നതിനെ ആശ്രയിച്ച് അവയിലൊന്ന് കാണാൻ കഴിഞ്ഞേക്കുമെന്നും ഗവേഷകർ പറയുന്നു. 2024 MK എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം ശനിയാഴ്ച രാവിലെ 9:40 ഭൂമിയെ ചുറ്റി സഞ്ചരിക്കും. ബൈനോക്കുലറിലോ അല്ലെങ്കിൽ സാധാരണ ടെലിസ്കോപ്പിലോ ഒക്കെ ഈ ചിഹ്നഗ്രഹത്തെ കാണാനാകും. 2011 UL-21 വലിപ്പം കണക്കിലെടുത്ത് പ്ലാനറ്റ് കില്ലർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭീമൻ വ്യാഴാഴ്ച ചന്ദ്രനേക്കാൾ 17 മടങ്ങ് ദൂരത്തിലായിരുന്നു. അത്രയും ദൂരമുണ്ടല്ലോ എന്ന് കരുതരുത്. ഒരു നൂറ്റാണ്ടിനിടെ ഇത്രയും അടുത്തെത്തിയ ഏറ്റവും വലിയ ബഹിരാകാശ പാറകളിൽ ഒന്നാണിത്. 2024 MK ഈ ചിഹ്നഗ്രഹം 2011-21 വളരെ ചെറുതാണ്. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പം. ഇത് ശനിയാഴ്ച കടന്നുപോകും, ഏകദേശം 2,90,000 കിലോമീറ്റർ അകലെ. ആ ഘട്ടത്തിൽ അത് ചന്ദ്രനേക്കാൾ ഭൂമിയോട് അടുത്തെത്തും. യൂറോപ്യൻ സ്പേസ് ഏജൻസി ഡാറ്റ സയന്റിസ്റ്റ് ഡൊമിനിക് ഫോൺ നടത്തുന്ന ജ്യോതിശാസ്ത്ര പദ്ധതിയായ InTheSky.org വഴി രാത്രി ആകാശത്ത് UL-21 എവിടെയാണ് തിരയേണ്ടതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അതേപോലെ ദി സ്കൈ ലൈവ് 2024 MKയും ട്രാക്ക് ചെയ്യുന്നു. ഇതൊന്നും കാണാനായില്ലെങ്കിൽ വെർച്വൽ ടെലിസ്കോപ്പ് പ്രോജക്റ്റ് ഞായറാഴ്ച രാവിലെ 2024 MKയുടെ വിഷ്വൽ ഫീഡ് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യും. ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട്. ഭൂമിക്ക് സമീപമുള്ള എല്ലാ വസ്തുക്കളിലും നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്റ്റ് സ്റ്റഡീസ് നിരന്തരമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഭാവിയിൽ ഭൂമിയെ ചിഹ്നഗ്രഹ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്ലാനറ്ററി ഡിഫൻസ് എന്ന മേഖല തന്നെ ഇപ്പോൾ പ്രചാരത്തിലായി വരുന്നുണ്ട്. ഈ മേഖലയുടെ ശ്രദ്ധേയമായ ആദ്യ കാൽവയ്പാണ് ഡാർട്ട്. നാസയുടെ ഏറ്റവും വലിയ ത്രില്ലർ ദൗത്യങ്ങളിലൊന്നായിരുന്ന ഡാർട്ട് അഥവാ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്ന പൂർണ്ണനാമമുള്ള ദൗത്യം. ഭൗമ പ്രതിരോധ രംഗത്തെ ഏറ്റവും നിർണായകമായ കാൽവയ്പാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു. ഭാവിയിൽ ഏതെങ്കിലും ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമിട്ടെത്തിയാൽ മറുമരുന്ന് എന്ന നിലയിൽ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഡാർട്ട് പിറവിയെടുത്തത്.